നമസ്കാരമൊന്നും വേണ്ട, ഇതങ്ങോട്ട് വിഴുങ്ങിയാൽ മതി. മലപ്പുറം ജില്ലയിൽ നിന്ന് അവരുടെ കുടുംബ വിഷയമായിട്ട് വീട് സംബന്ധിച്ച കുടുംബക്കാരുമായിട്ടുള്ള തർക്ക പരാതിയുമായിട്ട് പൊന്നാനി CI ഒരു വിനോദ് അവനെ കാണാൻ ചെയ്യുന്ന ആ സ്ത്രീയെ അവൻ അവരുടെ വീട്ടിൽ വെച്ച് തന്നെ ബലാത്സംഗം ചെയ്ത് മാതൃകയായി എന്നുകൂടാ. അതിനുശേഷം ഈ സ്ത്രീ പരാതിയുമായിട്ട് മേലുദ്യോഗസ്ഥനായ DYSP കാണാൻ ചെന്നപ്പോൾ DYSP VV ബെന്നി എന്ന് പറയുന്നവൻ അവൻ വീട്ടിൽ ചെന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതും പോരാഞ്ഞ് അതിന് മേൽ പരാതി കൊടുക്കുന്ന ഈ SP-ക്ക് പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അറിയണം. അതിനു മുൻപ് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൂടി നിങ്ങൾ കേൾക്കണം. നമ്മുടെ നാട്ടിലെ കേരള പോലീസിന്റെ അഴിഞ്ഞാട്ടം, നടപടിക്രമങ്ങള്, ക്രിമിനലിസം ഒരുപാട് തവണ ഒരുപാട് മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നിട്ട് ഉളുപ്പില്ലാത്ത നാം മലയാളികള് ഇതൊക്കെ കണ്ട് ആസനത്തിൽ വളിയും വിട്ടിരിക്കുന്ന, കണ്ണടച്ചിരിക്കുന്ന നമുക്ക് വേണ്ടിയിട്ട് ഞാൻ ദാനം ചെയ്യുകയാണിത്. ഇത്തരം വീഡിയോകൾ ചെയ്താൽ എനിക്കെതിരെ ചിലപ്പോൾ ഒരുപക്ഷെ കേസുണ്ടായെന്നിരിക്കും. ആ കേസ് പോലും അവഗണിച്ചുകൊണ്ട് ഞാൻ നിനക്കൊക്കെ മുമ്പിലേക്ക് ഇത് വെച്ചു തരുന്നേ, നിന്റെയൊക്കെ നാട്ടിൽ ജീവിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ഇവന്മാരുടെ തല്ലുകൊണ്ട് ചാത്ത് പണ്ടാരം അടങ്ങിപ്പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എന്റെ പക്ഷം. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ഒരു പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നാലത്തെ അനുഭവമാണ് ഈ വിവരിച്ച കാര്യങ്ങള്. ഇനി ബാക്കി കേൾക്കാൻ പോകുന്ന കാര്യങ്ങള് ഇത് സർവ്വസാധാരണമാണ്. അതല്ലാതെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാര്, ഈ ഊള സഹാക്കന്മാര്, തെണ്ടികള്, ഇവന്മാര് പറയുന്ന മാതിരി ഒറ്റപ്പെട്ട ഒരു സംഭവമൊന്നുമല്ല. നമുക്കറിയാം, രാജൻ കൊലപാതകം നടന്ന സമയത്ത് രാജൻ കേസ് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. ഇപ്പോഴത്തെ ഞാഞ്ഞൂലികൾക്കൊന്നും അറിയത്തില്ല. അവന്മാർക്ക് അറിയണ്ട. അവന്മാർ വേണേ അമ്മ പെങ്ങന്മാരെ കൂടെ കൂട്ടിക്കൊടുക്കുന്നതാണ് ഇന്നത്തെ യുവജനത എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. അത്രയും ഊളകളോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് പഴയ ആൾക്കാരുടെ കേൾവിക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ആ രാജൻ കേസ് വന്നതിന് ശേഷം വിശ്വപ്രശസ്തനായ ഭയങ്കര എന്താ പറയുന്നത് മാതൃകാ പുരുഷനായിരുന്ന കരുണാകരന് പോലും ഭരണം കളയേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടില്. ആ കരുണാകരനൊക്കെ പിന്നീട് ദിവ്യനായി. അത് വേറൊരു സത്യം. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്. ഇന്നത്തെ ക്രിമിനലുകളാണ് നാളത്തെ ദിവ്യന്മാര്. അങ്ങനെ ഈ സ്ത്രീ പൊന്നാനി CIയുടെ അടുത്ത് ചെന്നപ്പം CI വിനോദ് അവരുടെ വീട്ടിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു. എത്ര മ്ലേച്ഛമാണ് നമ്മളുടെ പോലീസിംഗ് സംവിധാനം. അല്ലെങ്കിൽ ഇതിന്റെ മേളിൽ കാക്കത്തൊള്ളായിരം അവന്മാരെ കയറ്റിവെച്ച് ഏമാമാരായിട്ട് വാഴിക്കുന്ന നമ്മൾ അറിയേണ്ടത്. നമ്മളുടെ കരമടയ്ക്കുന്നത്, നമ്മളുടെ ടാക്സ് മേടിച്ചിട്ട് നമ്മളുടെ എണ്ണാക്കിൽ തന്നെ വെച്ച് തരുന്ന ഇവന്മാരെയൊക്കെ വെച്ച് നിലയ്ക്ക് നിർത്താൻ നമ്മളുടെ സംവിധാനങ്ങൾക്ക്, നമ്മളുടെ വോട്ടിംഗ് സംവിധാനത്തിന് കഴിയുന്നില്ലെങ്കിൽ നീയൊക്കെ പോയി അറബിക്കടലിൽ മുങ്ങിച്ചാകണം. ഞാൻ സഹിതമാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഈ സ്ത്രീ അവസാന ആശ്രയം എന്നുള്ള നിലയ്ക്കാണ് SP സുജിത് ദാസ്, കേരള പോലീസിലെ IPS കാരൻ ക്രിമിനൽ. ഒരുപാട് IPS ക്രിമിനലുകൾ കേരള പോലീസിലുണ്ടെന്ന് നമുക്കറിയാം. അത് കാലം തെളിയിച്ചതാണ്. അതിലൊരു ക്രിമിനലായ ഈ SP സുജിത് ദാസ് അവന്റെ അടുത്ത് പരാതിയുമായിട്ട് ചെന്നപ്പോൾ അവൻ 2 പ്രാവശ്യം ആ സ്ത്രീയെ കൊണ്ടു നടന്ന് പീഡിപ്പിച്ചു. മൂന്നാമത് അവന്റെ സുഹൃത്തിന്, ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥന് ദാനമായി കൊടുക്കുകയും ചെയ്തു. അതാണോ പോലീസിംഗ് സംവിധാനം? അതാണോ ഈ നിയമഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന കോൺസ്റ്റബിൾ മുതൽ മേലിലോട്ടുള്ള കുറെ അവന്മാരെ വെച്ച് വാഴിക്കുന്നതിന്റെ ഗുണം എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എത്ര മ്ലേച്ഛമാണ്! ഇതിനെല്ലാം ഉപരി ഇതെല്ലാം വെച്ച് ന്യായീകരിക്കുന്ന കുറെ തെണ്ടി സഹാക്കന്മാരുണ്ട്. അവന്മാര് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, സഹാക്കന്മാരാണോ അവൻ പെണ്ണ് പിടിച്ചിരിക്കും. ഏറ്റവും താഴെത്തട്ടിൽ കിടക്കുന്ന ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ബ്രാഞ്ച് അംഗം മുതൽ അങ്ങ് തലപ്പത്തിരിക്കുന്ന പിണറായി വിജയൻ വരെ പെണ്ണ് പിടിച്ചിരിക്കും. അത് അവന്മാരുടെ പാരമ്പര്യമാണ്. അവന്മാർക്ക് വേണ്ടി മലന്ന് കൊടുക്കുന്ന കുറെ അവളുമാരും ഉണ്ട് നമ്മുടെ നാട്ടില്. ഞാൻ തന്നെ പലതും പറഞ്ഞിട്ടുള്ളതാണ് ഈ എന്റെ ചാനലിൽ. ഇത് നാണം തോന്നണം, ഓരോ മലയാളിക്കും നാണം തോന്നണം. നിനക്കൊക്കെയുള്ള തിരുവോണ സമ്മാനമായിട്ട് ഞാൻ തരിക. ഒരു പക്ഷേ ഈ വീഡിയോ വന്നതിന് ശേഷം ഞാൻ ജയിലിൽ പോകേണ്ടി വന്നാൽ പോലും എനിക്ക് അന്തസ്സോടെ പോകാൻ പറ്റും, തല ഉയർത്തി നടക്കാൻ പറ്റും.
നിന്റെയൊക്കെ കാര്യം ഓർത്തിട്ട്, നിന്റെയൊക്കെ അവസ്ഥ ഓർത്തിട്ട് തല കുനിഞ്ഞു പോകുന്ന തെണ്ടികളെ, മലയാളികളെ, മൈരന്മാരെന്ന് എന്ന് തന്നെയാണ് എനിക്ക് പറയേണ്ടി വരുന്നത്. താനൂർ ജംഷ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ പിടിച്ചോണ്ട് പോയി ഈ ക്രിമിനൽ പോലീസും അവന്റെ SP-യും പച്ചയ്ക്ക് തല്ലിക്കൊന്നിട്ട് വാലെടുക്കാൻ വയ്യാത്ത മൈരാളിയൊക്കെയാണ് ഇരിക്കുന്നത്. ഓരോ തായോളിയൊക്കെ വരാറുണ്ട് എന്റെ ചാനലിൽ വന്നിരുന്ന് എന്നെ തെറി വിളിക്കാൻ, CPM-കാരന്റെ പിടിച്ചുവെപ്പുകാരൊക്കെ ആയിട്ട്, കമ്മികളെന്നും അവന്റെ അമ്മയുടെ പഴമെന്നൊക്കെ പറഞ്ഞിട്ട്. ഒറ്റ ഒരു തായോളി ഇവിടെ വന്നു പോയേക്കരുത് എന്നെ തെറി വിളിക്കാൻ. വന്നാ നിന്റെ വീട്ടിൽ കയറിയാൽ വിളിക്കും. അപ്പൊ ഇനി നമുക്ക് പ്രധാന കഥാപുരുഷനിലോട്ട് വരാം. നായകൻ SP സുജിത് ദാസ്. അവന്റെ അടുത്ത് പരാതി കൊടുക്കാൻ ചെന്ന സ്ത്രീയെ അവൻ 2 പ്രാവശ്യം കൊണ്ടു നടന്ന് വ്യഭിചരിച്ചെന്ന്. അവന്റെ യോഗ്യത എന്താണ്? അവൻ ആരാണ് IPS കൊടുത്തത്? ഇവനെയൊക്കെ ക്രിമിനലുകളെ പെറ്റി പെരുകാൻ അനുവദിക്കുന്നത് ഈ പിണറായിയാണ്. യോ, പാവങ്ങളുടെ പാർട്ടിയല്ലയോ CPM? പാവങ്ങൾക്ക് വേണ്ടിയല്ലേ നിലകൊള്ളുന്നത്? പണ്ടൊരു ചൊല്ലുണ്ടായിരുന്നു, നമ്മള് കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെന്ന്. ഇപ്പൊ ആ പാട്ടൊക്കെ മാറ്റി പാടണം. നമ്മുടെ നാട്ടിലെ പെണ്ണെല്ലാം നമുക്ക് വേണ്ടിയാണ് പൈങ്കിളിയെന്ന് ആഴിക്കണം പാടേണ്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, CPM-കാരനാണോ അവൻ പെണ്ണ് പിടിച്ചിരിക്കും, യാതൊരു തർക്കവുമില്ല. അതാണ് അവന്റെ പാരമ്പര്യം. അത് പണ്ട് കാലത്ത് അവന്റെ സർവോന്നത നേതാക്കന്മാര് മുതല് പെണ്ണ് പിടിച്ചു തന്നെയാണ് ജാരസന്തതികളെ ജനിപ്പിച്ചത്. പിണറായി വിജയ, താൻ ഒന്നോർത്തോ? കരുണാകരനോ ഉമ്മൻചാണ്ടിക്കോ അന്തോണിക്കോ ഒന്നും വന്ന അവസ്ഥയായിരിക്കില്ല തനിക്ക് വരാൻ പോകുന്നത്. താൻ ഇത്ര നിരഷ്ടനാണെന്ന് താൻ സമ്മതിക്കണം. എടോ, തനിക്ക് ഇപ്പോഴും എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാലോ. ആ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത താനാണ് ഈ ക്രിമിനലുകളെ വെച്ച് വാഴിക്കുന്നതെന്ന് ഓർക്കുമ്പം അയ്യേ നാണം തോന്നുന്നു.